ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുഞ്ഞു വ്ളോഗാണ്. ഒരു പനി ദിവസം എന്ന് വേണേൽ പറയാം. ചെറിയ ജലദോഷം, ചെറിയ പനി, തൊണ്ടവേദന എല്ലാം കൂടിയിട്ടും ഭയങ്കര ഒരു സുഖമുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അതിനിടയ്ക്ക് ഭയങ്കര മഴ, മൊത്തത്തിൽ അവിയൽ പരുവത്തിലാണ് എൻ്റെ ഒരവസ്ഥ. ഓക്കെ, അപ്പോൾ ചെറിയൊരു വ്ളോഗ്. കുറച്ച് ദിവസമായിട്ട് വീഡിയോസൊന്നും ഇടുന്നില്ല. ഏകദേശം ഒരു 3-4 ദിവസമായെന്ന് തോന്നുന്നു. ഞാൻ ഓൾട്ടർനേറ്റ് ഡേ എല്ലാ ദിവസവും പ്രെയർ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഒന്നും ഇടാനായിട്ട് പറ്റുന്നില്ല. കൂട്ടി എന്തൊക്കെയൊക്കെയോ വീഡിയോസ് ഇടുന്നു എന്നുള്ളതല്ലാതെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല. അപ്പം ഞാൻ വിചാരിച്ചു ചുമ്മാ ഒരു വ്ളോഗ് എടുക്കാമെന്ന്, എന്തെങ്കിലുമൊക്കെ സംസാരിച്ചുകൊണ്ടൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഇവിടെ ഒരു കുരു വന്നിട്ടുണ്ട്. ഓക്കെ, എന്നാ വെട്ടം കിട്ടുന്നില്ല തോന്നണല്ലേ. ഓക്കെ, എനിവേ ഇപ്പം ചെറിയ മഴയുണ്ട് കേട്ടോ. ഭയങ്കര തുമ്മലും ജലദോഷവും ചുമയും ഒക്കെയാണേ. ഇന്ന് രാവിലെ കുറച്ചധികം കൂടിയും തോന്നുന്നു. ഇന്നലെ വലിയ കുഴപ്പമില്ലായിരുന്നു. ഓക്കെ, അപ്പം ഞാൻ ഭക്ഷണം എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട്, കഴിക്കണമല്ലോ, ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അടുക്കളയിലോട്ട് പോയത്. അടുക്കള ഭയങ്കര ഇരുട്ടാട്ടോ. അപ്പം അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി വന്ന് ജസ്റ്റ് സംസാരിച്ചത്. മഴ പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അടുക്കളയിൽ പോവാം. മീൻ വറക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. മീൻ വറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുളക്കിഴങ്ങ് വെന്തുകൊണ്ടിരിക്കുന്നു. ഒരു ചാറ് പോലെ വെക്കാമെന്ന് ഓർത്താ, തട്ടിക്കൂട്ടി ഒരു ചാറ് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റായി വരട്ടെ. ഇവിടേക്ക് വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് ഡ്രസ്സൊക്കെ അലക്കിയിട്ടിട്ടുണ്ട്. ഇപ്പം മഴ ആയതുകൊണ്ടൊക്കെ ഉണങ്ങാൻ ഭയങ്കര പാടാണ്. അപ്പം അതുകൊണ്ട് അലക്കിയിട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് ഉണങ്ങട്ടെ കേട്ടോ. പിന്നെ എല്ലായിടത്തും മഴയൊക്കെ ഉണ്ടോ? മഴയത്ത് മൂടി കുറച്ചൊക്കെ കിടന്ന് ഉറങ്ങാൻ നല്ല സുഖമല്ലേ? എനിക്ക് നല്ല സുഖമാണ്. ഞങ്ങളുടെ ഇവിടെ കഴിഞ്ഞ ദിവസം പുല്ല് വെട്ടാൻ വന്നിട്ടുണ്ടായിരുന്നേ ചേട്ടന്മാര്. ഇത്രയും ഭാഗം അവര് സൈഡ്, മീൻസ് ഇവിടേക്ക് നമ്മുടെ വീടിന്റെ ഭാഗമാണല്ലോ. അപ്പോ ഇത്രയും ഭാഗം അവര് ക്ലിയർ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. നല്ല രസം അത് കണ്ടോണ്ടിരിക്കാം. പക്ഷെ അത് ചെയ്യുന്നവരുടെ കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാട്ടോ. നമ്മൾ നോക്കിയിരിക്കുമ്പോൾ നല്ല രസമൊക്കെ തോന്നും. ഇവിടെയൊക്കെ അവർ റെഡിയാക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുറ്റത്ത് ഭയങ്കരമായിട്ട് പുല്ലായിരുന്നു. അതൊക്കെ അവർ റെഡിയാക്കി തന്നു. ഇത് ഓരോരുത്തരുടെ സ്ഥലങ്ങളാട്ടോ. ഇതവിടെ ഒരു വീട് കാണുന്നില്ലേ? പിന്നെ അവിടെ ഒരു വീടുണ്ട്. ഇതിനകത്തോടെ കാണാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പൊ അവിടെയൊക്കെ ഉള്ളവരുടെ സ്ഥലങ്ങളാണേ. ഓക്കെ, മീനൊന്ന് മറിച്ചിടാമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഏറ്റവും കഷ്ടപ്പാടുള്ള പരിപാടി കേട്ടോ ഈ മീനൊന്ന് മറിച്ചിടുക എന്നുള്ളത്. ആക്ച്വലി മീൻ മറിച്ചിടുമ്പം ഞാൻ ചെയ്യുന്ന സ്ഥലത്തേക്കായിരിക്കില്ല ഈ മീൻ മറിഞ്ഞു പോവുക. ഞാനിതൊക്കെ ഒന്ന് മറിച്ച് സെറ്റാക്കി ഇട്ടേ കേട്ടോ. ഓക്കെ, സക്സസ്ഫുള്ളി നമ്മുടെ മീനൊക്കെ ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് എണ്ണയാട്ടോ യൂസ് ചെയ്യുന്നത്. ഒരുപാട് എണ്ണയുടെ ആവശ്യം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. ആരോഗ്യത്തിന് നല്ലതല്ലല്ലോ വിചാരിച്ചിട്ട് നമ്മുടെ കറി കൂടി ഒന്ന് ഇളക്കി ഇട്ടേക്കാം. ഉരുളക്കിഴങ്ങ് വേഗം കുറച്ച് സമയം എടുക്കും. ഞാനത് സാധാരണ കുക്കറിലിട്ട് വേവിച്ചിട്ട് ഇടുക ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ കുക്കറിനകത്താണെങ്കിൽ ഇട്ട് വേവിച്ച് കഴിയുമ്പം അത്യാവശ്യം നല്ല രീതിയിൽ ഉടഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് വിചാരിച്ച് കുറച്ച് സമയം ഇങ്ങനെ കിടന്ന് വേകട്ടെ എന്ന്. മഴ പെയ്യുന്നുണ്ട്. ഈ മേളിൽ ഇട്ടേക്കുന്ന ഇതില്ലേ, ഇവിടെയല്ല, ഇവിടെ ഇട്ടിട്ട് ഒരു വർഷമൊന്നും ആയിട്ടില്ല. 1 വർഷമൊക്കെ ആവുന്നേ ഉള്ളൂ. കാരണം അകത്തേക്ക് ചെറിയ രീതിയിൽ ചോർച്ചയല്ല, ഒരു
ഭിത്തിയുടെ സൈഡിൽ കൂടെ ചെറിയ രീതിയിൽ തണുത്ത് വരുന്നുണ്ടായിരുന്നു, വെള്ളം ഇറങ്ങി വരുന്നത് പോലെ. കാരണം ഒത്തിരി വർഷം പഴക്കമുള്ള വീടാട്ടോ. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതുകൊണ്ട് അവിടെ ഇട്ടത് അവര്. മേളിലേക്ക് കയറാനൊന്നും പറ്റത്തില്ല, കാരണം മേളിലേക്ക് കയറാനുള്ള സ്റ്റെയർ ഒന്നും ഇല്ല. ഞങ്ങൾക്ക് അതിൻ്റെ ആവശ്യമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞങ്ങൾ കയറാറില്ല. മഴയൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ഉണ്ടാക്കുന്ന കറികളെല്ലാം തട്ടിക്കൂട്ട് കറികളാട്ടോ. ചില സമയത്ത് സമയമൊക്കെ എടുത്തിട്ടുണ്ടാക്കും. നമ്മളിപ്പോ പെട്ടെന്നൊക്കെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ പിന്നെ ഒട്ടും വയ്യാതിരിക്കുന്ന സമയത്തും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കും ഭയങ്കര മടിയാ. അപ്പൊ ഇന്നത്തെ ദിവസവും ഇങ്ങനെ കടന്നു പോകുന്നു. ഇപ്പൊ 2 ദിവസമായിട്ട് ഭയങ്കര മഴയുണ്ട് കേട്ടോ. ന്യൂസിനകത്തൊക്കെ പറയുന്നുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് മഴ വരും വരും വരുംന്ന്. ഇടയ്ക്കൊന്ന് 2 ദിവസം വെയിൽ തെളിഞ്ഞാൽ 2 ദിവസം മഴയായിരിക്കും. പക്ഷെ എനിക്ക് മഴ ഇഷ്ടമാണ്. ഒത്തിരി അല്ല, ഇതുപോലെയൊക്കെ നിന്നിങ്ങനെ പെയ്യുന്നത് എനിക്കിഷ്ടം. കണ്ടുകൊണ്ടിരിക്കാനൊക്കെ സുഖമല്ലേ. പിന്നെ ജോലിക്കൊക്കെ പോകുന്നവരുടെ അവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പം എന്താ? ഒന്നുമില്ല. ക്ലൈമറ്റ് മാറിക്കഴിയുമ്പം ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാ. സോ എപ്പോഴും എന്ത് വേണേലും എപ്പോ വേണേലും പ്രതീക്ഷിക്കാന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സമയം 11:30-11:45 ഏകദേശം 12:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഭക്ഷണം റെഡി ആവുമായിരിക്കും. വേറെ ഒന്നും ചെയ്യാനില്ല. ചിലപ്പോൾ തോന്നുവാണെങ്കിൽ പപ്പടം വറക്കും, ഇല്ലെങ്കിൽ മുട്ട പൊരിക്കും. പിന്നെ മീനും മുട്ടയും കൂടെ അങ്ങനെ കഴിക്കാറില്ല. പിന്നെ അങ്ങനെ വലിയ രീതിയിലുള്ള ആർഭാടകരമായിട്ടുള്ള കറികൾ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഇന്നലെ വരെ ചിക്കൻ കറി ഉണ്ടായിരുന്നു. ചിക്കൻ കഴിഞ്ഞപ്പോൾ മീന്. നമ്മളങ്ങനെ മേടിക്കാറില്ല കേട്ടോ. ചിക്കൻ ആണെങ്കിലും മീനാണെങ്കിലും മേടിക്കാറില്ല. മീൻ മേടിക്കും, പക്ഷെ അത് ഉണക്കമീനൊക്കെ ആയിരിക്കും മേടിക്കുക കൂടുതലും. ഇപ്പൊ എന്തോ കുറെ നാൾ കൂടി അങ്ങനെ ചിക്കൻ മേടിച്ചു. അപ്പൊ നോക്കിയപ്പോ മത്തി കഴിക്കാൻ തോന്നി, മത്തി വറുത്ത് കഴിക്കാൻ തോന്നി. അപ്പൊ അത് കഴിഞ്ഞ ദിവസം മേടിച്ചതിന്റെ കുറച്ചുകൂടി ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടങ്ങ് വറുത്തു. അതാണ് നടന്നത്. ഓക്കെ, എനിക്കാണെങ്കിൽ പ്രൊഫഷണൽ രീതിയിൽ നന്നായിട്ട് വീഡിയോ എഡിറ്റ് ചെയ്ത് മറ്റേ ട്രൈപോഡൊക്കെ വെച്ചിട്ട് എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പം ഞാൻ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ഞാനൊരു ട്രൈപോഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒത്തിരി വിലയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ആദ്യമേ ഒന്ന് ചെക്ക് ചെയ്യാം എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതായിരുന്നേ. അപ്പോൾ അത് കുറച്ച് നാൾ ഉപയോഗിച്ചു. അതിൻ്റെ വിലയ്ക്കനുസരിച്ച് ഞാൻ കുറച്ച് നാൾ ഉപയോഗിച്ചായിരുന്നു. അതിൻ്റെ കാലൊടിഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് പിന്നെ എൻ്റെ പഴയ ഫോൺ അതിനകത്ത് കറക്റ്റായിരുന്നു, വെക്കാനൊക്കെ എളുപ്പമായിരുന്നു. അപ്പോൾ ഇതിപ്പോൾ ഈ ഫോൺ ആയതുകൊണ്ട് പുതിയ ഫോണും കൂടെയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കൊരു പേടി ആ സാധനത്ത് വെച്ച് അത് പെട്ടെന്ന് ഒരു സ്പ്രിങ് പോലത്തെ ഒരു സാധനം. അപ്പോൾ അത് പെട്ടെന്നെങ്ങാനും വിട്ടുപോകുന്ന കഴിയുമ്പോഴത്തേക്ക് ഫോൺ നിലത്തെയാണോ എന്നൊക്കെയുള്ളൊരു ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ അത് ഉപയോഗിക്കാറില്ല. പിന്നെ അത് പൊട്ടിപ്പോവുകയും ചെയ്തു. അപ്പോൾ നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറെ ഒന്ന് മേടിച്ചിട്ട് വേണം എനിക്ക് വീഡിയോ ചെയ്യാൻ. കൈ വെച്ചിട്ട് ഞാനിപ്പം എൻ്റെ കൈയാണിപ്പോൾ എൻ്റെ ട്രൈപോഡ്. നല്ല വേദനയുണ്ട് കൈ കൊണ്ടൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, നല്ല വേദന എടുക്കും. ഓക്കെ, മഴ കണ്ടുകൊണ്ടിരിക്കാം ഗായ്സ്. ഇതെന്താണെന്നറിയോ? ഒരു ഗിഫ്റ്റ് ഹാമ്പർ എന്ന് വേണേൽ പറയാം. ഒരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഹസ്ബൻഡ് റെഡിയാക്കി വെച്ചേക്കുന്നതാണ്. എൻ്റെ ബാക്കിൽ കാണുന്ന വാഴ കണ്ടോ ഗായ്സ്? അത് ഹസ്ബൻഡ് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വരും. അപ്പം ഞാൻ വിചാരിച്ചു വാഴയിലയിൽ ഭക്ഷണം കൊടുത്താലോ. പൊതിച്ചോറായിട്ടൊന്നും കൊടുക്കാനായിട്ട് ഉള്ള കറികളൊന്നുമില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ആ വാഴയിലയിൽ ഭക്ഷണം കഴിക്കാൻ ആൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പോയി വാഴയില വെട്ടിയിട്ട് വരാം. നമ്മളങ്ങനെ വാഴയില വെട്ടി ഗായ്സ്. ജലദോഷമാണ്, മഴ നനഞ്ഞു പോയാൽ വെട്ടിയത്. പിള്ളേരൊരു ആഗ്രഹം പറഞ്ഞാൽ സാധിച്ചു കൊടുക്കണ്ടേ. അപ്പം ഞങ്ങളിത് സെറ്റാക്കിയിട്ട് ആളിപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കാൻ വരും. 1 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വരും.
അപ്പം ഞങ്ങളിത് സെറ്റാക്കി ഭക്ഷണമൊക്കെ കഴിക്കട്ടെ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇപ്പോൾ ആരും നമ്മുടെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല കേട്ടോ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ. അപ്പം നമ്മളെ സപ്പോർട്ട് ചെയ്യുക. പിന്നെന്താ, എല്ലാവരും വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്തിട്ട് കാണണം. എല്ലാവരും വീഡിയോയുടെ അടിയിൽ കമൻസൊക്കെ ഇടണം. എല്ലാവരും അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ആൻഡ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും എന്നാണെന്നറിയത്തില്ല. അപ്പം നമ്മുടെ നെക്സ്റ്റ് വീഡിയോ എന്നാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം ഓക്കെ, നെക്സ്റ്റ് വീഡിയോ കാണുന്നവരേക്കും